സമർത്ഥനായിട്ടുള്ള രാമനെ നിങ്ങൾക്ക് കാണാം. അത് ഏറ്റവും ആദ്യം കാണാൻ സാധിക്കുക എവിടെയാണ്? നമുക്ക് ഭഗവാന്റെ ധർമ്മബോധം വല്ലാതെ കൂടുതലാണ്. പലപ്പോഴും താടക വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ വിശ്വാമിത്ര മഹർഷിയോട് രാമൻ പറയുന്നത് സ്ത്രീയെ വധിക്കുന്നത് ധർമ്മമാണോ മഹർഷിയെന്നാണ്. നമ്മളാണെന്ന് പറയൂ, ഒരു യക്ഷിയോട് സ്ത്രീയാ, സ്ത്രീയെ വധിക്കുന്നത് ധർമ്മമാണോ? സ്ത്രീ എങ്ങനെയുള്ളവളായിരിക്കണം എന്ന് മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അല്ലാത്ത സ്ത്രീയെ വധിക്കാൻ തെറ്റില്ല. ഈ അമ്മയെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, അമ്മയെക്കുറിച്ച് പൊതുവിലുള്ള പെർസ്പെക്റ്റീവ് എന്താണ്? അമ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആളാണ്, അമ്മ എന്ന് പറഞ്ഞാൽ സർവം സഹായാണ്, അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാതൃകയാണ്. എന്നാൽ സ്വന്തം കുട്ടിയെ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് താഴത്തേക്ക് എറിയുന്നതും ആരാണ്? അമ്മയാണ്. ആ പെർസ്പെക്റ്റീവ് മാറുന്നതോട് കൂടി അമ്മ എന്നുള്ള തോട്ട് പ്രോസസ് പോയി. വേശ്യാസ്ത്രീയായിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയ കോൺസെപ്റ്റ് ഉണ്ട്. വേശ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലാവുന്നത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഒരു അന്യദർശനമായിട്ട് അദ്ദേഹം ആ വേശ്യാസ്ത്രീ ബന്ധപ്പെടുന്ന സമയത്ത് കട്ടിലെ കിടക്കാത്ത സ്ത്രീ പുരുഷൻ സമീപത്തുണ്ട്. സ്വന്തം കുട്ടി താഴെ ഒരു പാറയിൽ അതിനെ കിടത്തിയിരിക്കുക. ഈ സ്ത്രീയെ പുരുഷൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ത്രീ കാണുന്നത് തന്റെ കുട്ടിയുടെ ദേഹത്ത് ഉറുമ്പിരിക്കുന്ന മുമ്പ് കടിക്കുക ആ കുട്ടി. അപ്പൊ നിങ്ങൾ മനസ്സിലുള്ള വേശ്യാസ്ത്രീയുടെ കോൺസെപ്റ്റ് കൊണ്ടുവന്നില്ലേ? ഈ പെർസ്പെക്റ്റീവാണ് രാമൻ കാണുന്നത്. ഭഗവാന്റെ ദൈവിക ഭാവത്തിൽ ഭഗവാനെ കാണുമ്പോൾ പരബ്രഹ്മം തന്നെ കാണും. അത് ഏറ്റവും പ്രസിദ്ധമായ ഭാവമാണ് ഭഗവാന്റെ ഈ വെല്ലുവിളിച്ച ഭാവം. പ്രേമകം എന്ന് വിളിക്കപ്പെടുന്ന വീട് ഭഗവാൻ വിളിച്ചു. അത് മനുഷ്യനായിട്ട് രാമൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ നാരായണൻ സാധിക്കും.